ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പോൾ നമ്മുടെ ബലി പെരുന്നാൾ അൽഹംദുലില്ലാഹ് ഹൈറായിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. എല്ലാവരുടെ പെരുന്നാളും മാഷാ അല്ലാഹ് നല്ല രീതിക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കുഞ്ഞു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ പേജ് മെഹന്തി പേജ് ആയിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഹെന്ന പേജ് മാത്രമായിട്ട് ഒതുക്കാതെ ഓൾ ഇൻ വൺ ചാനലായിട്ട് തുടങ്ങണമെന്ന്. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഓൾ ഇൻ വൺ ചാനലായിട്ട് തുടങ്ങാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയും നാൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും തുടർന്ന് സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഒരേപോലെ ഉണ്ടായിരിക്കണം. എൻ്റെ വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ എൻ്റെ വീഡിയോസ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു ടിപ്പായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ അറിയാവുന്ന ടിപ്പാണ്. പക്ഷേ അതിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഹെന്ന അല്ല, വേറെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഹെന്ന നമ്മൾ കണ്ടിന്യൂസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഈ ചാനൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ കുഞ്ഞു കുട്ടികൾക്കൊട്ട് വലിയ ആൾക്കാർക്ക് വരെയും ചുമ, ജലദോഷം, പനി, തൊണ്ടവേദന, കഫക്കെട്ടാണ് മെയിൻ, എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പം നമുക്ക് അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് റെമഡീസ് കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം, അതിൻ്റെ അളവിൽ നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സ്റ്റീമിംഗ് ആണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ആവി കൊള്ളുമ്പോൾ എല്ലാവരും ആവി കൊള്ളാറുണ്ടല്ലേ, പക്ഷേ നമ്മൾ ഇടേണ്ട കാര്യങ്ങളൊന്നും അതിൽ ഇടുന്നില്ല. ചിലവർ ഉപ്പിട്ട് ആവി കൊള്ളും, ചിലർ മറ്റേ പനിക്കൂർക്ക, തുളസിയൊക്കെ ഇട്ട് ആവി, നല്ലതാണ് അതൊക്കെ. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുറേയൊക്കെ നമുക്കൊരു ഫ്രഷ്നെസ് തന്നെ കിട്ടും. അപ്പം നമുക്ക് എങ്ങനെ ആവി കൊള്ളും എന്നതിലോട്ട് പോകും. നമ്മൾ ആദ്യം വെള്ളം വെക്കുക, പിന്നെ ഉപ്പിടുമ്പോൾ നമ്മൾ മറ്റേ പൊടി ഉപ്പിടരുത്. കൂടുതലും അത് അത്ര യൂസ്ഫുൾ അല്ല. കാരണം നമ്മുടെ കല്ലുപ്പാകുമ്പോൾ ഈ നീർക്കെട്ട് ഇങ്ങനെ നീരിറങ്ങുന്ന ചെവീൻ്റെ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കുളിക്കുന്ന ദിവസം നീരൊക്കെ ഇറങ്ങൂലേ, അതിനൊക്കെ കല്ലുപ്പിട്ട് ആവി കൊള്ളുന്ന ബെറ്ററാണ്. അപ്പോൾ വെള്ളം വെച്ചിട്ട് കല്ലുപ്പിട്ടതിന് ശേഷം നമ്മുടെ തുളസിയും പനിക്കൂർക്കയും അത് നന്നായിട്ട് എടുക്കുക. ഒരു രണ്ട് തുളസി, പനിക്കൂർക്ക അങ്ങനെ എടുത്തിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് ഇടണം വെള്ളത്തിലോട്ട്. അതിനുശേഷം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് നമ്മൾ ബിരിയാണിയിലും നെയ്ച്ചോറിലൊക്കെ ഇടുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്രാമ്പൂ നമ്മൾ ഇടണം, ചതച്ചിട്ട് ഇടണം. അതായത് ക്രഷ് ചെയ്തിട്ട് ചതച്ചിട്ട് നമ്മൾ ആ വെള്ളത്തിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ആവിവെള്ളം അത് നല്ലൊരു ഫ്രഷ്നെസ്സും, പിന്നെ നമ്മുടെ ഈ തലൻ്റെ ഈ ഭാഗത്ത് വേദന വന്നവർക്ക്, പിന്നെ ഈ സൈഡിൽ, പിന്നെ മൂക്ക് ഇങ്ങനെ കഫം തിങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ അതൊക്കെ മാറും. തൊണ്ടവേദന നന്നായിട്ട് മാറും. തൊണ്ടയിലും കൂടെ നമ്മളിങ്ങനെ ആവി തട്ടിക്കാൻ നോക്കണം, വായ് തുറന്ന് പിടിച്ച് ആവി കൊള്ളാൻ നോക്കണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഗ്രാമ്പൂ ആണ്. നമുക്ക് 2 എടുത്താൽ മതി. അത്യാവശ്യം വലിപ്പമുള്ള 2 ഗ്രാമ്പൂ ആവി കൊള്ളാൻ എടുത്താൽ മതി. ഒരുപാട് എടുക്കരുത്, ഭയങ്കര കുത്തലായിരിക്കും. അപ്പോൾ 2 ഗ്രാമ്പൂ അല്ലെങ്കിൽ 3, അതിൻ്റെ അപ്പുറം എടുക്കണ്ട. നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ആവി കൊണ്ട് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും കമൻറ്റിൽ പറയേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകും. അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്കിനി കഫം കെട്ടിക്കിടക്കുമല്ലോ, അതായത് മൂക്കിൻ്റെ എവിടെയാണെങ്കിലും ഇപ്പോൾ നെഞ്ചത്ത് നമുക്ക് ഭയങ്കര ഇടങ്ങാറായിരിക്കും. പോണില്ല, പക്ഷെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. പക്ഷേ പുറത്തോട്ട് നമുക്ക് പോകുന്നില്ല. പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ അകത്തോട്ട് കുടിക്കണം. ആ കുടിക്കേണ്ട സംഭവം എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു ചായ തിളപ്പിക്കുന്ന ഒരു പാത്രം ഉണ്ടാവുമല്ലോ, അതിലൊരു 2.5 കപ്പ് വെള്ളം എടുക്കുക. അതിലോട്ട് നമ്മൾ ഏലക്ക പൊടിച്ചിടുക. ഏലക്കൻ്റെ കുരു മാത്രം നിങ്ങൾ പൊടിച്ചാൽ മതി, അത് മാത്രം പൊടിച്ചിടുക. ചായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അതും ഇടുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നത്. കുരുമുളകിൻ്റെ പൊടിയോ കുരുമുളകോ എടുക്കാം. പൊടി എടുത്തു കഴിഞ്ഞാൽ നമ്മൊരു കാലൂടിട്ട് 1/2 ടീസ്പൂൺ വരെ നമുക്കിടാം. ഇനി ക്രഷ് ചെയ്യാനുള്ളതാണെങ്കിൽ, അതായത് ചതക്കാനുള്ള കുരുമുളകാണെങ്കിൽ ഒരു 4 എണ്ണമെങ്കിലും എടുത്താൽ മതി. നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ 3 എണ്ണം 2 എണ്ണം ഒക്കെ മതിയാവും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇഞ്ചിയും ചുക്കും അതിലേതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. ഇഞ്ചി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്, കാരണം നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നതല്ലേ. അപ്പോൾ ഡയറക്റ്റ് എടുത്തിട്ട് നമ്മൾ അത് നന്നായിട്ട് ചതച്ചിട്ട് അതിടാം. അതിനുശേഷം നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം വെക്കുമ്പോൾ നമ്മൾ അത് 1/2 ഗ്ലാസ് കുറച്ചാൽ മതി, കാരണം ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടതല്ലേ. അപ്പോൾ ഒരു 2 പേർക്കൊക്കെ കുടിക്കുകയാണെങ്കിൽ അങ്ങനെ, ഒരാൾക്ക് തന്നെ കുടിക്കാനാണെങ്കിൽ 2.5 ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അത് 1.5 ഗ്ലാസ് വെള്ളം വറ്റിക്കണം. അതായത് തിളച്ച് നന്നായിട്ട് വറ്റിക്കണം. വറ്റിച്ചതിന് ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര അതിലോട്ട് ഇടാം. അതായത് മധുരം ഒരുപാട് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും മധുരം കുറച്ച് യൂസ് ചെയ്താൽ മതി. കാരണം ഇതൊരു നമ്മുടെ മരുന്ന് പോലെയുള്ള ഔഷധമാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല. നിർബന്ധമുള്ളവർ മാത്രം ഷുഗർ ആഡ് ചെയ്യുക. ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ മാക്സിമം യൂസ് ചെയ്താൽ മതി. 1/4 ടീസ്പൂൺ യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. കാരണം മധുരം മാക്സിമം കുറച്ച് യൂസ് ചെയ്തിട്ട് നേരി ചൂട് വേണം, അങ്ങനെ തിളച്ച ചൂട് വേണ്ട. ഒരു നേരി ചൂടിൽ നമ്മൾ നന്നായിട്ട് തൊണ്ടയിൽ കൊള്ളിച്ച് കുടിച്ചാൽ തൊണ്ടവേദന അതും മാറും. പിന്നെ നമ്മളെ മൂക്കിലോട്ടൊക്കെ അതിൻ്റെ ആവി
കടിച്ചാൽ മതി ഇവിടുത്തെ പെയിന് ഒക്കെ നമുക്കൊരു എന്താ പറയാൻ പറ്റാത്തത്ര ഒരു സുഖം കിട്ടും. കാരണം അത്രയും നമ്മൾ ടയേർഡായിരിക്കും, നമ്മുടെ ബോഡിയൊക്കെ വീക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ ഒരു എരിച്ചിൽ പോലെ അത് കുടിക്കുമ്പോൾ വരും. അതുവഴി തൊണ്ടവേദനയൊക്കെ നല്ല മാറ്റം ഉണ്ടാകും. പിന്നെ കഫമൊക്കെ നമുക്ക് നന്നായിട്ട് ഉരുകി പുറത്തോട്ട് വരും. ചിലപ്പോൾ ജലദോഷത്തിലൂടെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തൊണ്ടയിൽ കൂടെ തന്നെ, നമ്മുടെ വായിൽ കൂടെ തന്നെ കഫം നമുക്ക് പുറത്തോട്ട് പോകാനായിട്ടുള്ള പറ്റും. അപ്പോൾ മാക്സിമം ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി കുട്ടികൾക്കൊക്കെയാണ് വരുവാണെങ്കിൽ ആരും ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യരുത്. അതിന് പകരം ഒരു വെള്ളം എടുത്തിട്ട്, ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് തുളസിയില്ല, നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ പിടിപ്പിക്കുന്ന തുളസി, അത് 2-3 ഇല എടുത്തിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. നല്ല വെട്ടി തിളക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ഇറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം നമ്മുടെ പാൽക്കുപ്പിയിലൊക്കെ ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. 6 മാസമുള്ള കുട്ടികൾക്ക് തൊട്ട് അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇഞ്ചി കുരുമുളകൊന്നും ആരും യൂസ് ചെയ്യരുത്. ജസ്റ്റ് തുളസീൻ്റെ ഇലയും വെള്ളവും മാത്രം തിളപ്പിച്ചിട്ട് ആറിയതിന് ശേഷം, നന്നായിട്ട് ആറിയതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് കഫത്തിനൊക്കെ നല്ല ഇതാവും. കുട്ടികൾക്കാണെങ്കിൽ വയറ്റിൽ നിന്ന് പോകുമ്പോഴാണെങ്കിലും അല്ലാണ്ട് തുപ്പിയാണെങ്കിലും ഒക്കെ കഫം പോകാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയണം. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു. ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ തുടർന്നും വ്യൂസും സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ടായിരിക്കണം. പ്രാർത്ഥന കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെയും അസ്സലാമു അലൈക്കും.